കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ വിതരണക്കാരുമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നടത്തിയ ചർച്ച വിജയകരമായിട്ടുണ്ട്. 3 മരുന്ന് വിതരണക്കാരുമായി സമരം ഒത്തുതീർപ്പായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇനി അറിയേണ്ടത്. ഇന്ന് ഏതെങ്കിലും തരത്തിൽ പണം നൽകാമെന്നുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഇതിലൊരു സമവായത്തിലേക്ക് ഈ ഒരു ചർച്ച എത്തിയത്? വിദ്യ, കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം ചെയ്യുന്ന വിതരണക്കാരുടെ സമരം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിലാണ് ഒരു സമവായം ഉണ്ടായിരിക്കുന്നത്. നീണ്ട 1.5 മണിക്കൂർ നീണ്ട ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്കൊടുവിൽ ഈ തുക അടിയന്തരമായി ലഭ്യമാക്കാമെന്നുള്ള ഉറപ്പിലാണ് ഈ ചർച്ചയിലെ സമവായം ഉണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഈ വിതരണക്കാരും മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ 1 കോടി രൂപ ഈ കുടിശ്ശികയിൽ നിന്ന് 1 കോടി രൂപ വിതരണക്കാർക്ക് ലഭ്യമാക്കുമെന്നതാണ്. ബാക്കി 10 കോടി രൂപ ഈ വെള്ളിയാഴ്ചക്കകം തന്നെ 22-ാം തീയതിക്കകം തന്നെ ലഭ്യമാക്കും. ശേഷം ബാക്കി ഈ 50 കോടിയിൽ നിന്ന്, അതായത് ഈ വിതരണക്കാർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷത്തെ ഓഗസ്റ്റ് മുതൽ ഡിസംബർ 31 വരെയുള്ള 50 കോടി രൂപ അടിയന്തരമായി ലഭ്യമാക്കണമെന്നുള്ളതാണ്. അത് ലഭ്യമാക്കാത്തത് കൊണ്ടായിരുന്നു ഒരു സമരത്തിലേക്ക്, നീണ്ട 9 ദിവസം നീണ്ട തുടർച്ചയായ വിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ 10 കോടി രൂപ അടിയന്തരമായി മാർച്ച് 22-ാം തീയതിക്കുള്ളിൽ തന്നെ ലഭ്യമാക്കും. ബാക്കി ഈ കുടിശ്ശികയുടെ പകുതി തുക ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നും ഇൻഷുറൻസ് വഴിയൊക്കെ ലഭിക്കുന്ന ക്രമത്തിൽ ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പിന്മേൽ, രേഖാമൂലമുള്ള ഉറപ്പിന്മേലാണ് ഈ വിതരണക്കാർ ഇന്ന് തന്നെ ഈ ഒരു മരുന്ന് വിതരണം പുനരാരംഭിച്ചുകൊണ്ട് സമരം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതായത് ഇന്ന് ഉച്ചക്കകം തന്നെ ഏതെങ്കിലും മരുന്നിന്, അതായത് ഡയാലിസിസ്, ക്യാൻസർ രോഗങ്ങൾക്ക് അടക്കമുള്ള മരുന്നുകൾക്കായിരുന്നു മെഡിക്കൽ കോളേജിൽ ക്ഷാമം ഉണ്ടായിരുന്നത്. ഇത് ഈ മരുന്ന് വിതരണക്കാർ വിതരണം നിർത്തിവെച്ചത് മൂലമുണ്ടായ ക്ഷാമം മൂലം ഈ ഒരു പ്രശ്നം, മെഡിക്കൽ കോളേജിൽ പ്രശ്നം ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്കകം തന്നെ ഈ ഒരു മരുന്ന് വിതരണം പുനരാരംഭിക്കുമെന്നാണ് വിതരണക്കാരും അറിയിച്ചിട്ടുള്ളത്. വിദ്യ.